ഇറാനെ തീർക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയനുസരിച്ച് IRGC വക്താവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ വക്താവ് അലി മുഹമ്മദ് നൈനിയാണ് കൊല്ലപ്പെട്ടത്. ലാറിജാനിയുടെ വധത്തിന് പ്രതികാരം ചോദിക്കുമെന്ന് പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പ്രസ്താവിച്ചിരുന്നു. അത് പ്രസ്താവിച്ചതിന് ശേഷവുമാണ് അവരുടെ നേതൃതലത്തിൽ IRGCയുടെ നേതൃതലത്തിലുള്ള ഒരു വക്താവിനെ കൂടി വധിക്കുന്നത്. ഇസ്രായേൽ യുദ്ധം കടുക്കുന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്. അതേസമയം കരയുദ്ധത്തിന്റെ സൂചനകളും നെതന്യാഹു നൽകുന്നുണ്ട്. യുദ്ധം വേഗം അവസാനിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് നെതന്യാഹു കരയുദ്ധത്തിൻ്റെതായ സൂചനകൾ നൽകുന്നത്. കരയുദ്ധം ഉണ്ടാകില്ല എന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷമാണ് നെതന്യാഹു ഇത്തരം സൂചനകൾ നൽകുന്നത് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും 21ാം ദിവസവും യുദ്ധം ശക്തമായി തുടരുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം നമുക്ക്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ വക്താവ് അലി മുഹമ്മദ് നൈനിയാണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പുലർച്ചെയുണ്ടായ US ഇസ്രായേൽ ആക്രമണത്തിലാണ് നൈനി കൊല്ലപ്പെട്ടത്. US-നും ഇസ്രായേലിനും എതിരെയുള്ള നൈനിയുടെ പരാമർശങ്ങൾ മാധ്യമങ്ങളിൽ വന്ന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഈ വധം നടക്കുന്നത് എന്നതുകൂടി കാണണം. ഇറാന് ഇനി യുറേനിയം സമ്പുഷ്ടീകരണം സാധ്യമാകില്ല എന്നും ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ സാധിക്കില്ലെന്നുമുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണത്തെ മരണത്തിന് മുൻപ് നൈനി പരിഹസിച്ചിരുന്നു. ഇസ്രായേലും US-ഉമായുള്ള യുദ്ധത്തിനിടയിലും ഇറാന്റെ മിസൈൽ വ്യവസായം ഏറ്റവും മികച്ച നിലയിലെത്തിയെന്നായിരുന്നു നൈനിയുടെ വാദം. ഒറ്റ ആഴ്ചക്കിടെ ഇറാന് നഷ്ടമാകുന്ന 4ാമത്തെ ഉദ്യോഗസ്ഥനാണ് അലി മുഹമ്മദ് നൈനി. ഇത്തരമൊരു പരിഹാസം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി, പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. മണിക്കൂറുകൾക്കകമാണ് മുഹമ്മദ് നൈനി കൊല്ലപ്പെടുന്നത് എന്നതാണ് കാണേണ്ടത്. ഇറാൻ സുരക്ഷാ മേധാവി അലി ലാറിജാനി, ഇറാനിലെ ബാസിജ് മലീഷ്യ സേനയുടെ കമാൻഡർ ഖോലം റേസ സുലൈമാൻ, മന്ത്രി ഇസ്മായിൽ ഖാത്തീബ് എന്നിവരാണ് ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട മറ്റ് പ്രമുഖ ഉദ്യോഗസ്ഥർ. അപ്പോൾ അതിന് പിന്നാലെയാണ് മറ്റൊരു പ്രമുഖ വ്യക്തിയെ കൂടി അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ വധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലാറിജാനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ് പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. വളരെ ശക്തമായ ഭാഷയിലാണ് മുജ്തബ ഖമനേയി പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ പ്രതികാര പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി നടത്തിയിരിക്കുന്നത്. ചിന്തിയ ഓരോ തുള്ളി രക്തത്തിനും വില നൽകേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് മുജ്തബ ഇപ്പോൾ നൽകുന്നത്. അലി ലാരിജാനിയുടെ 5 പതിറ്റാണ്ട് നീണ്ട സേവനങ്ങളെ മുജ്തബ ഖമനേയി അനുസ്മരിച്ചു. അറിവും ദീർഘവീക്ഷണവും വിവേകവുമുള്ള വ്യക്തിയായിരുന്നു അലി ലാരിജാനി എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയം, സൈന്യം, സുരക്ഷ, സാംസ്കാരികം, ഭരണനിർവഹണം എന്നീ മേഖലകളിലെ 5 പതിറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ മുജ്തബ അനുസ്മരിക്കുന്നു. രാജ്യത്ത് ഉന്നത വ്യക്തിത്വമായി തന്നെ മാറിയിരുന്നു അദ്ദേഹം എന്ന കാര്യം മുജ്തബ ഖമനേയി ഓർത്തെടുക്കുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അദ്ദേഹത്തോടുള്ള വിദ്വേഷമാണ് കൊലപാതകത്തിലൂടെ വ്യക്തമാകുന്നത് എന്നതാണ് പ്രസ്താവനയിൽ മുജ്തബ പറയുന്നത്. എന്നാൽ ഇത്തരം രക്തച്ചൊരിച്ചിലുകൾ ഇസ്ലാമിക വ്യവസ്ഥിതിയെ കരുത്തുറ്റതാക്കത്തേ ഉള്ളൂ എന്നതാണ് മുജ്തബ പറയുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉടൻ തന്നെ വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. നമുക്കറിയാം, മുജ്തബയുടെ പിതാവാണ് അയത്തുള്ള അലി ഖമനേയി. ഖമനേയിയുടെ മരണശേഷം അധികാരത്തിൽ എത്തിയെങ്കിലും മുജ്തബ ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മുജ്തബയെക്കുറിച്ച് വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കാൽ നഷ്ടപ്പെട്ട് പരിക്കേറ്റ് കിടക്കുകയാണ്, റഷ്യയിലാണ്, അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഇതുവരെ അദ്ദേഹം പ്രസ്താവനകളായി പോലും അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, പുറത്തേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിനും വലിയ രീതിയിലുള്ള വധഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് അലി ലാരിജാനിയുടെ വധത്തിൽ പ്രതികരിച്ചുകൊണ്ട് മുജ്തബ രംഗത്ത് വരുന്നതെന്ന് കാണണം. ഈ രക്തസാക്ഷികളുടെ കൊലയാളികൾ ഉടൻ വില നൽകേണ്ടി വരും എന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വാക്കുകൾ ഏതെങ്കിലും ഒരു വികാരപരമായ പ്രതികരണം മാത്രമായല്ല കാണുന്നത്. ഇത് ഇറാന്റെ ദീർഘകാല നയത്തിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാണുന്നത്. അപ്പോൾ കനത്ത തിരിച്ചടിയുടെ സൂചനകളാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുജ്തബയുടെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത്.
ചരിത്രവും കാണിച്ചു തരുന്നത് അതുതന്നെയാണ്. ഇറാൻ ഇത്തരം ആക്രമണങ്ങളിൽ തളരുന്ന ഒരു രാജ്യമല്ല എന്നതാണ് ഇറാന്റെ തന്നെ ചരിത്രം. 1979 ഇസ്ലാമിക് വിപ്ലവം മുതൽ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും രഹസ്യാന്വേഷണങ്ങളും വരെ നിരവധി വെല്ലുവിളികളിലൂടെയാണ് ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇറാനെ സംബന്ധിച്ച് ആ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ആ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ഇറാൻ നിലകൊണ്ടിട്ടുള്ളത്. ഈ ദീർഘകാല പ്രതിരോധ മനോഭാവമാണ് ഈ ഇറാൻ എന്ന രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി കണക്കാക്കുന്നത്. ലാരിജാനിയുടെ നഷ്ടം എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ്. ഖമനേയുടെ പരമോന്നത നേതാവ് ഖമനേയുടെ വധം ഉണ്ടാക്കിയ നഷ്ടത്തെക്കാൾ വലുതാണ് ഇറാനെ സംബന്ധിച്ച് ലാരിജാനിയുടെ നഷ്ടം. അപ്പോൾ ആ ലാരിജാനിയുടെ നഷ്ടത്തിലാണ് മുജ്തബ വളരെ വലിയ മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നത്. ആ നഷ്ടം അത്രമേൽ വലുതായതുകൊണ്ടാണ് ഇറാൻ ആ രീതിയിൽ പ്രതികരിക്കുന്നത്. പക്ഷേ അത് ഇറാനെ ദുർബലമാക്കില്ല, മറിച്ച് കൂടുതൽ ഉറച്ച പ്രതികരണത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് മുജ്തബയുടെ പ്രതികരണം നൽകുന്ന സൂചന. അതായത് വലിയ തിരിച്ചടികൾക്ക് ഇറാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനകളാണ് മുജ്തബ നൽകിയിരിക്കുന്നത്. കരയുദ്ധത്തിലേക്കോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന ഒരാശങ്ക കൂടി ഉടലെടുക്കുന്ന ദിവസമാണ്. അത്തരം സാധ്യതകൾ ട്രംപ് തള്ളിക്കളഞ്ഞതിന് ശേഷവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത്തരം ചില സൂചനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. യുദ്ധം തീരാറായി എന്ന് നെതന്യാഹു തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്നത് നെതന്യാഹു പറയുന്നു. ഇറാന്റെ സൈനിക ശേഷി ഏതാണ്ട് പൂർണ്ണമായും തകർത്തു എന്നതാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ആണവ ഇന്ധനം സമ്പുഷ്ടമാക്കാനോ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനോ ഉള്ള കഴിവ് ഇറാനിനി ഇല്ല എന്ന് നെതന്യാഹു പറയുന്നു. വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു ഈ അവകാശവാദങ്ങളൊക്കെ ഉയർത്തുന്നത്. ആളുകൾ കരുതുന്നതിനേക്കാൾ വേഗത്തിൽ യുദ്ധം അവസാനിക്കും എന്നതാണ് 21ാം ദിവസമാകുമ്പോൾ നെതന്യാഹു പറയുന്നത്. ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത് ആരാണെന്ന് ഉറപ്പില്ല. പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ഇനിയും മുഖം കാണിച്ചിട്ടില്ല. ഭരണതലപ്പത്തെ വ്യക്തികൾക്കിടയിൽ വലിയ സംഘർഷം ഇറാനിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊക്കെയാണ് നെതന്യാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യുദ്ധം വിജയിച്ചിരിക്കുകയാണ്, ഇറാൻ നശിപ്പിക്കപ്പെടുകയാണ് എന്നതാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഖരം വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടു എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നശിപ്പിക്കുന്നത് മിസൈലുകൾ നിർമ്മിക്കുന്നതിനും ആണവ ബോംബുകൾ നിർമ്മിക്കുന്നതിനുമുള്ള ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ് എന്നതാണ് നെതന്യാഹു പറയുന്നത്. യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചു എന്ന ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപിനോട് എന്ത് ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, അങ്ങനെ കരുതുന്നുണ്ടോ എന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ചത്. അപ്പോൾ ആ ഉത്തരവാദിത്തം ഞങ്ങളിലല്ല എന്ന് പറഞ്ഞുകൊണ്ടൊഴിയുകയാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത്. ഇറാനിയൻ ഗ്യാസ് ഫീൽഡിൽ നടത്തിയ ആക്രമണം ഇസ്രയേലിന്റെ സ്വന്തം തീരുമാനമായിരുന്നുവെന്നും ഭാവിയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ അത്തരം ആക്രമണങ്ങൾ ഇനി നിർത്തിവെക്കുകയാണ് എന്നുകൂടി നെതന്യാഹു പറയുകയാണ്. വളരെ വിശദമായ ഒരു വാർത്താ സമ്മേളനമാണ് ഈ യുദ്ധ സമയത്ത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നെതന്യാഹു നടത്തിയത്. അതിന്റെ പ്രസക്തമായ ചില ഭാഗങ്ങളൊന്ന് കാണാം. Israel acted alone against the Slawia gas compound. Fact number 2, President Trump asked us to hold off on future attacks, and we're holding out. We are winning, and Iran is being decimated. Iran's missile and drone arsenal is being massively degraded and will be destroyed. Hundreds of their launchers have been destroyed. Their stockpiles of missiles are being hit hard, and so are the industries that produce them. That's important. In Rising Line, we destroyed missiles and we destroyed a lot of the nuclear infrastructure. But what we're destroying now are the factories that produce the components to make these missiles and to make the nuclear weapons that they're trying to produce. We're wiping out their industrial base in a way that we didn't do before. Iran's air defenses have been rendered useless. Their navy is lying at the bottom of the sea. Today we hit the other part of their navy in the Caspian Sea. Their air force is nearly destroyed. അപ്പോൾ യുദ്ധം വിജയിച്ചിരിക്കുന്നു എന്നതാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ഇതുപോലെയുള്ള അവകാശവാദം നേരത്തെ ട്രംപും ഉന്നയിച്ചിരുന്നതാണ്. ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ആക്രമണം, ഇറാനെതിരെ നടത്തിയ ആക്രമണത്തെ ട്രംപ് ഉപമിച്ചത് പേൾ ഹാർബറിനോട് ആണ്. അത് വലിയ വിവാദവും ചർച്ചയുമാകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. US ഇസ്രായേൽ സംയുക്ത സൈന്യം ഇറാനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ്
1941 പേൾ ഹാർബർ ആക്രമണത്തെ പരാമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിയുമൊത്തുള്ള വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം വരുന്നത്. ഇറാനെ ആക്രമിക്കുന്ന കാര്യം എന്തുകൊണ്ട് സഖ്യകക്ഷികളെ അമേരിക്ക അറിയിച്ചില്ല എന്ന് ഒരു ജാപ്പനീസ് മാധ്യമപ്രവർത്തകൻ ട്രംപിനോട് ചോദിച്ചു. അതിനോട് പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ കാരണം പറഞ്ഞത്. അതൊരു സർപ്രൈസ് അറ്റാക്ക് ആയിരുന്നു, അങ്ങനെ ഒരു സർപ്രൈസ് ഞങ്ങൾക്ക് നൽകണമായിരുന്നു. സർപ്രൈസിനെ കുറിച്ച് ജപ്പാനേക്കാൾ നന്നായി മറ്റാർക്കാണ് അറിയാൻ പറ്റുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് പേൾ ഹാർബറിനെ കുറിച്ച് പറയാതിരുന്നത് എന്ന് ചിരിച്ചുകൊണ്ട് ട്രംപ് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങളെക്കാൾ സർപ്രൈസിൽ വിശ്വസിക്കുന്നവരല്ലേ നിങ്ങൾ എന്നായിരുന്നു ട്രംപിന്റെ ചോദ്യം. എന്തായാലും ജപ്പാന്റെ 1941 ഡിസംബർ 7 പേൾ ഹാർബറിലുള്ള US-ന്റെ നാവിക താവളം ജപ്പാൻ ആക്രമിക്കുന്നത്. 2390 അമേരിക്കക്കാരുടെ ജീവനെടുത്ത ആക്രമണമാണ്. അതിന് പിന്നാലെയാണ് അമേരിക്ക ജപ്പാനുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഇതാണ് പിന്നീട് രണ്ടാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചത്. 1945 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചു. തുടർന്ന് 1951 സെപ്റ്റംബറിൽ ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ ഒപ്പിട്ടതോടെയാണ് യുദ്ധം അവസാനിക്കുന്നതിന്. അതിനുശേഷം ഇരു രാജ്യങ്ങളും സഖ്യകക്ഷികളായി തുടരുകയാണ്. ഫെബ്രുവരി 28 ഇറാനിൽ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം ട്രംപിനെ കാണാനെത്തുന്ന ആദ്യത്തെ സഖ്യകക്ഷി നേതാക്കളിൽ ഒരാളാണ് തകേച്ചി. അതിനാൽ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ആ ഒരു ചരിത്ര സംഭവം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന തരത്തിൽ ട്രംപ് ഉപയോഗിക്കുന്നത്. അത് തകേച്ചിയോട് അത് തമാശയായി പറഞ്ഞിട്ട് ട്രംപ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർ അസ്വസ്ഥപ്പെടുന്നത് കാണാമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനവസരത്തിലുള്ള ഒരു പ്രതികരണം ട്രംപ് നടത്തി എന്ന നിലയിലാണ് അതിനെ കാണുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ നയിച്ച ഒരു സംഭവമായി ഇപ്പോഴത്തെ ഈ ആക്രമണത്തെ ഉപമിക്കുന്ന ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള വലിയ ഭീതിതമായ കാര്യവും അതിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് വലിയ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു സാഹചര്യം. എന്തായാലും തന്ത്രപ്രധാന നേതാക്കളെ വധിച്ച് യുദ്ധം മറ്റൊരു തലത്തിൽ എത്തിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. ഇപ്പോൾ ഏതെങ്കിലും മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥനെ വേട്ടയാടാനും തടയാനുമൊക്കെ IDF-ന് വലിയ അധികാരമാണ് ഇസ്രയേൽ നൽകിയിരിക്കുന്നത്. അതിന് ആരുമായും ആലോചിക്കേണ്ടുന്ന കാര്യം പോലും IDF-ന് ഇല്ല എന്നതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്നുണ്ട്. അതാണ് ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ ഏറ്റവും തന്ത്രപ്രധാനമായ വ്യക്തികളെ തന്നെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഈ ആക്രമണം. ഇനി സൈനികർ മാത്രമല്ല, നേതാക്കളും നേരിട്ടുള്ള ലക്ഷ്യങ്ങളായി മാറുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. ഈ രീതിയിലുള്ള നീക്കങ്ങൾ യുദ്ധത്തെ കൂടുതൽ അപകടകരമാക്കുന്ന ഘട്ടത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിനിടയിൽ കരയുദ്ധത്തിന്റെ സൂചന കൂടി നെതന്യാഹു നൽകുന്നു. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് കീഴടങ്ങില്ല, പ്രതികാരം ചെയ്യും, രക്തത്തിന് ഓരോ തുള്ളി രക്തത്തിനും ഞങ്ങൾ പകരം ചോദിക്കുമെന്ന മറു ഭീഷണി കൂടി വരുമ്പോൾ 21ാം ദിവസവും ഈ യുദ്ധം കടുക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണുള്ളത്. അശാന്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ശമനവും വന്നിട്ടില്ല.